They heard the dry, angry, small snoring of a hungry tiger. It was Sher Khan, the lame tiger. The fool, the father wolf, he is making so much noise that he will scare away all the animals. He will not find any animals when we are hunting. നീ അവിടെ നിന്ന് വായിച്ചോണ്ടിരുന്നതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് വായിക്കണേ? കുറച്ച് കഴിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ മുറി പോയിരുന്നു വായിക്കും. അതിന് നിനക്കെന്താ? എടി നീ വായിച്ചോ, പക്ഷെ വായിക്കുമ്പോ കുറച്ച് സൗണ്ട് താത്തി വായിക്കാൻ പാടില്ലേ? നീ ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് പോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോ. ഞാൻ എന്നെ പഠിക്കാൻ സമ്മതിക്ക്. അമ്മേ അമ്മേ അമ്മ ഇങ്ങോട്ട് വാ. അമ്മേ നീ ലച്ചു എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലോട്ടോ. പഠിക്കാൻ സമ്മതിക്കാറില്ല. ഇവള് വായിക്കുമ്പോ കുറച്ച് സൗണ്ട് താത്തി വായിക്കാനാ പറഞ്ഞോളൂ. അവൾ ആദ്യം പറഞ്ഞത് വായിക്കണ്ടാന്നാ. ഇവളോട്ട് പഠിക്കത്തുമില്ല, പഠിക്കുന്നവരെ പഠിക്കാൻ സമ്മതിക്കത്തുമില്ല. എടി നിന്റെ മനസ്സിൽ അസൂയ കുശുമ്പ അതൊക്കെ ഉള്ളോണ്ടാടി നിനക്ക് ഒരു 100 മാർക്കൊന്നും കിട്ടാത്തത്. അമ്മ രണ്ടെണ്ണം രാവിലെ എന്നെ ദേഷ്യം പഠിപ്പിക്കാൻ വന്ന കേട്ടോ. എടി ലച്ചു നീ മര്യാദയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലേ. നീ ഉണ്ടല്ലോ, നിനക്ക് 9.2 അല്ലേ ഗ്രേഡ്. നിനക്ക് ഇനി +1 കയറണമെങ്കിൽ 10,000 രൂപ അടച്ചു വെക്കേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്ത് അഡ്മിഷൻ ഒക്കെ വേണമെങ്കിൽ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും. അഡ്മിഷൻ വേണമെങ്കിലല്ലേ? അഡ്മിഷൻ വേണമെങ്കിലല്ലേ? നീ ആദ്യം പോയി കുളിക്ക്. അപ്പൊ നിന്റെ പകുതി ഐശ്വര്യക്കേടൊന്ന് മാറി കിട്ടും. വായിക്കണ്ട പോ. കണ്ടോ അമ്മേ എന്ത് കഷ്ടമായത്. നിനക്കൊന്നും പഠിക്കാനില്ലേ? അമ്മയ്ക്ക് അറിയാലോ, ഇപ്പൊ എന്റെ IQ സൂപ്പർലാറ്റീവ് ഡിഗ്രിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. എനിക്കിപ്പോ ഒന്നും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. എനിക്കാണെങ്കിൽ 100% മാർക്ക് മേടിച്ചു തന്നാ പോരെ? എന്ത് 100% മാർക്ക് മേടിച്ചു തന്നാ പോരേ? ഓ മാർക്ക്, ഓ ശരി. മമ്മി ആദ്യം പോയി എനിക്ക് ഒരു ഗ്ലാസ് പാലില് ഇച്ചിരി ഹോളിക്സ് ഇട്ടുണ്ട് വാ. He is not hunting animals, he is hunting man, said the mother wolf. ഹലോ, സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ ഭയങ്കര ശബ്ദമായി പോയി. കുറച്ചൊന്ന് പതുക്കെ വായിക്കുന്നതാണ് നല്ലത്. എടാ ഇതൊക്കെ ഒരു ഷോ അല്ലേ. രാവിലെ തന്നെ അവൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നീ ഇപ്പം വായിച്ചോണ്ടിരിക്കുന്ന എന്റെ ബുക്കല്ലേ? അതൊന്നും ഞാൻ നോക്കില്ല, കൈ കിട്ടിയതെടുത്ത് കാച്ചി. എങ്ങനെയുണ്ട്? എല്ലാം ശരിയാണോ? നീ പുലിയല്ലേ? നീ ആരുടെ സിസ്റ്റർ? വാടാ അവിടുന്ന്, അടി കിട്ടുവേ കള്ളൻ. There was suddenly a howl. Whatever Sher Khan was hunting. സൗണ്ട് കുറച്ചും കൂടെ താത്താവോ? എടാ ഷോ എന്ന് പറഞ്ഞില്ലേ നീ ഓടാ. Sher Khan was hunting. Suddenly there was a howl. Whatever Sher Khan was hunting, he has missed it, said Father Wolf. He cannot hunt the lame one. Mother Wolf. എന്തോന്ന് കിടന്ന് എല്ലാവരും വിളിക്കണേ? പതുക്കെ വായര്, മനസ്സിരുത്തി വായര്, എന്നാലേ മനസ്സിലാവും, തലയിൽ വല്ല കയറും. Mother Wolf was inside the cave with her 4 cups. Suddenly she heard a noise. Get ready, something is coming up in the hill. She said to Father Wolf, for she was always worried that sometime would attack her cups. Father Wolf was about to spring towards the noise when they suddenly stopped. There in the clearing by a low branch lid. ഇന്നിപ്പോ തൽക്കാലം ഇത്രയും മതി. നിന്റെ മോളെ അവിടെ കിടന്ന് ശരണം വിളിക്കുമ്പോഴാണ് വായിക്കണം. അവളല്ലേലും കുറച്ച് ഓവറാ. എന്തോ ഓവറായാലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി. മാർക്ക് വാങ്ങിച്ചാൽ മതി. കേശു 4th അവൻ എന്തായാലും ട്യൂഷൻ വേണ്ടി വരും. എന്തോന്ന്? അവന് ട്യൂഷൻ വേണ്ടി വരുമെന്ന്. അവരെ പോലെ തന്നെ CBSE അല്ലേ, ഭയങ്കര ടഫാ. അവന് ടഫൊന്നുമല്ല, അവൻ CBSE കാല് മടക്കി അടിക്കും. അവനെ എന്റെ തലയാണ്, അതുകൊണ്ടാണ് അവൻ എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങിക്കണത്. ബാലു 3rd സ്റ്റാൻഡേർഡ് പോലെ അല്ല 4th. എനിക്ക് തന്നെ അവന്റെ ബുക്ക് കേട്ട് ഒന്നും മനസ്സിലായില്ല. അത് നിനക്ക് എന്തോന്ന് മനസ്സിലാവും? നീ M.Com വരെ പോയെന്നേ ഉള്ളൂ. നിനക്ക് ചുക്ക് അത് ചുണ്ണാമ്പ് തിരിച്ചറിഞ്ഞുകൂടാ. പിന്നെ വലിയ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4-3-7 രൂപ എന്നോട് എഴുതി വയ്ക്കും പോലെയാണ് അവളെ വിചാരം. ഒക്കെ എല്ലാം അറിയാം. എടി കണക്കെന്ന് പറഞ്ഞാൽ മഹാസാഗരമാണ്. നീ എന്തെങ്കിലും ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. കണക്കിനെ പറ്റി ഡൗട്ട് ഉണ്ടോ? 4-6-60 പറഞ്ഞാൽ എത്ര പാടുന്നു? 4-3-7 രൂപ കണക്ക്. ഞങ്ങളുടെ കമ്പനിയുടെ ടേൺ ഓവർ എത്ര നിങ്ങൾക്ക് അറിയാമോ മനുഷ്യ? അക്കൗണ്ട്സ് നോക്കണം, നിനക്കറിയാം. പിന്നീട് എനിക്ക് എൻ്റെ അടുത്താണ് ടേൺ ഓവർ ചോദിക്കുന്നത്. എന്ത് ചോദിച്ചാലും ഒരു വളിച്ച ഉത്തരം, അതിന് മാത്രം ഒരു കുറവുമില്ല. ഇടീ ബാലു എന്ത് ചോദിച്ചാലും ബാലു ഞാൻ ഉത്തരവുണ്ട്. നീ എന്ത് ചോദിക്കും? വെറുതെ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. വെറുതെ ചോദിക്കും. ചോദിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോ ഉത്തരം കൊണ്ട്? പോയവിടുന്ന്. പുച്ഛിക്കല്ലേ, ഭർത്താവിനെ പുച്ഛിക്കല്ലേ. എനിക്ക് ആരോടും പുച്ഛമൊന്നുമില്ല. കേശുവിന് എന്തായാലും ട്യൂഷൻ വേണം. മാത്സിനും ഇംഗ്ലീഷിനും മാത്രം മതി. ക്യാഷ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ക്യാഷ് നിങ്ങൾ കൊടുക്കണം എന്ന് കറക്റ്റ് തിരിച്ച് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നേരെ എന്റെ നേരെയാണെന്ന്. അതെ, എന്തെങ്കിലും ഒരു ബാധ്യത എടുത്ത് തല വെച്ച് തരണം, എന്നിട്ട് എന്റെ സ്വസ്ഥത കിടത്തണം. എനിക്കിവിടെ മനസ്സമാനം ജീവിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളെ സ്വസ്ഥത കടത്തിയിട്ട് എനിക്ക് എന്താ ആനന്ദം കിട്ടാനാ? നല്ല പിന്നെ അവൻ എല്ലാത്തിനും ഫുൾ മാർക്ക് ഒന്നാമത് വാങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് അവൾക്ക് ട്യൂഷൻ. എടി 100% അവിടെ വാങ്ങണുണ്ടല്ലോ. നീ എന്തിനാണ് 101 വാങ്ങാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നത്? ഒരു വിദ്യാർത്ഥിക്ക് ശ്രദ്ധിച്ച് കേള്,
100% മാർക്ക് വരെ അവനെ കൊണ്ട് പരമാവധി വാങ്ങാൻ പറ്റും. 101 വാങ്ങാൻ പറ്റൂല, അത് അസംഭവ്യമാണ്, പറ്റില്ല. വളിച്ച കോമഡിയും കൊണ്ട് വന്നിരിക്കുക. ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി. പോവടുന്ന് അതൊന്നാ എൻ്റെ കൈ മെനക്കെടുത്തു. ഞാൻ പോൺ. ഒടിഞ്ഞ കൈയും കാലം കൊണ്ട് ഇറങ്ങിയിരിക്കാം. നീ വലിയ കണക്ക് പിള്ളയാണല്ലോ. 6, 60, 20, 14 എത്ര? 6, 60, 20, 14 എത്ര? പെട്ടെന്ന് പറ. 6ഉം പറ. 60ഉം പറ. അയ്യേ 6, 20, 14. 6, 20, 14 എത്ര? എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ല, പിന്നെ കഷ്ടം തന്നെ എവള്. കണക്ക് കൊണ്ട് പാടി കണക്ക് പോട്ടു. എവിടെന്നോ പഠിച്ചോണ്ട് വന്നിട്ട് പറയാ. അച്ഛനെന്താ ആലോചിച്ചോണ്ടിരിക്കണേ? അല്ല ഡേ, ഞാൻ ഇന്ത്യക്കാരെ കാര്യം ആലോചിക്കായിരുന്നു. കഷ്ടം തന്നെ ഡേ. ഇന്ത്യക്കാർക്ക് എന്ത് പറ്റി? ഈയിടയ്ക്ക് നമ്മളെ ഈ പത്രത്തിൽ വായിച്ചടാ, ഒരു ബദ്രന് മൂകുന ഒരാൾ വിമാനം പറത്തി. അയാൾ 7ാം ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളൂ. അയാളെ പേരെന്താന്ന് പത്രത്തിൽ വായിച്ചില്ലടാ നീ? അല്ല, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അയാളെ പിന്നെ അയാളെ കാര്യം കേൾക്കാനില്ല. എന്താ നമുക്ക് പ്രൊമോട്ട് ചെയ്യാത്തത്? നമ്മുടെ ഗവൺമെന്റ് എന്താ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യാത്ത? എന്ത് കാര്യം? എന്ത് അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. അയാളെ വല്ല വിദേശ രാജ്യക്കാരും കൊണ്ട് യൂസ് ചെയ്തോളും, അത്ര തന്നെ. അല്ലെങ്കിലും കണ്ടുപിടുത്തക്കാർക്ക് ഇവിടെ ഇന്ത്യയിൽ വിലയില്ലല്ലേ? അതാണ്, കണ്ടുപിടുത്തക്കാർക്ക് ഇന്ത്യയിൽ വിലയില്ല. അപ്പൊ ഈ കണ്ടുപിടുത്തക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കണമാർക്കൊക്കെ എന്തോന്ന് വില അല്ലേ? കൊള്ളാൻ തന്നെ. അച്ഛാ, അവൻ അച്ഛനിട്ട് ഒരു താങ്ങ് താങ്ങിയതാ. നീ ആള് കൊള്ളാല്ലേ? എവിടെ വേണ്ട? ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നു. ഡ്രിങ്കു. എന്റെ ഫ്രണ്ട് ഡ്രിങ്കു. ഡ്രിങ്കു അന്ന് വന്നില്ലേ? ഡ്രിങ്കു. ഡ്രിങ്കിന്റെ അച്ഛൻ ഡ്രിങ്ക്സ് കഴിക്കും. ഡ്രിങ്ക്സ് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞേ. നീ എപ്പോ വരും? ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരാം. എന്റെ പടത്തെ എങ്ങനെയുണ്ട്? കേശുവിന്റെ രീതി അച്ഛൻ അറിയാലോ. ആദ്യം ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കും. ആരെങ്കിലും എന്നെ തള്ളിയിട്ട് മുന്നിൽ കയറാന്ന് വിചാരിച്ചാ അപ്പൊ ഉള്ളി ഒരു തീപ്പന്തം അങ്ങോട്ട് കത്തി അങ്ങോട്ട് പടരും. പിന്നെ 100% ഓഫ് 100. അച്ഛൻ അറിയാലോ ഈ കേശുവിനെ. അതാണ് കേശു. നീ എങ്ങോട്ടിങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത്? ഈയിടെയുടെ എനിക്ക് ആത്മവിശ്വാസം കുറച്ച് കൂടുന്നുണ്ട്. എടാ, ദൈവത്തെ മറന്നൊന്നും ചെയ്യലടാ. അയ്യോ ഭഗവാനെ, പഠിക്കാൻ ബുദ്ധിയറിഞ്ഞേ. ദൈവത്തെ മറന്ന് കളിക്കലടാ കേശു. ഇല്ലച്ചാ. മക്കളെ, നിനക്ക് കുറെ പഠിക്കാനുണ്ടല്ലേ? ഇഷ്ടം പോലുണ്ട്. ടെക്സ്റ്റ് ഒക്കെ നോക്കിയാ? നോക്കി. ഭയങ്കര പാടാ. നമ്മളൊന്ന് ഓക്കെ ആക്കി എടുക്കും. നീ വിചാരിച്ച നടക്കൂടാ. നിന്റെ അമ്മ പറയണു കേശുവിന് ട്യൂഷൻ വേണോ? നമുക്ക് എന്തിനാ ട്യൂഷൻ? ഇല്ലടാ, ട്യൂഷന്റെ ആവശ്യമില്ല. എന്നാലും മാത്സിന് ഇംഗ്ലീഷിന് ട്യൂഷൻ കിട്ടിയാ കൊള്ളാം. അയ്യോ, മോന്റെ വായി തന്നെ കേട്ടില്ല ട്യൂഷൻ വേണോന്ന്. ട്യൂഷനുണ്ട്. കേശുവേ ചതിച്ചാടാ? ഇല്ല, അച്ഛന് വേണ്ടെങ്കിൽ വേണ്ട. ആര് പറഞ്ഞു? മക്കളെ കാര്യം കഴിഞ്ഞോളൂ, അച്ഛൻ എന്തും കേട്ടാ. ഇതാണ് മക്കള് പറയണത്. അച്ഛനും മോനോടും മോൻ അച്ഛനോട് ഇത്തിരി ഇഷ്ടം കൂടുതലാണെന്ന്. അയ്യോ, എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടം കൂടുതലാണ് കേട്ടോ. ഈ അമ്മ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയണ്. കള്ള അമ്മ. സോപ്പിങ്ങാ മോളെ, സോപ്പിങ്. സോപ്പിങ്ങണോ മക്കളെ? തന്നെ അറിയില്ല. ഫീസ് അച്ഛൻ തരും കേട്ടോ മോന് ട്യൂഷന് പോകുമ്പോ. അമ്മ ട്യൂഷന് പോകുന്നില്ല. നീയല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത് എനിക്ക് മാത്സിനും ഇംഗ്ലീഷിനും ട്യൂഷൻ വേണോന്ന്? എന്നിട്ട് ഞാൻ അപ്പളെ മാറ്റി പറഞ്ഞില്ലേ? ട്യൂഷൻ വേണ്ടല്ലോ, പോയി പഠിക്കടാ. ചെല്ലേ എന്താ ലച്ചു വായിക്കുന്നേ? അതെന്തിനാ നീ അറിയണേ? എടാ, അവള് ഭയങ്കര ശ്രദ്ധയിലിരുന്ന് വായിക്കുവല്ലേ, ശല്യപ്പെടുത്തണ്ട. ഇവിടെ ശല്യപ്പെടുത്തുന്ന ആരാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കിക്കോ, എല്ലാത്തിനും കൂടെ ഒരു ദിവസം വരും. എന്നാണാവോ ആ ദിവസം? പോടി. എന്തോന്ന് മൂന്നും കൂടെ ഒരു ചർച്ച? തമ്മി കണ്ടാ ബഹളമാണോ? ഒന്നുമില്ല ചാ, ഇവള് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം, വേറെ ഒന്നുമില്ല. ആ പ്രശ്നം ഉണ്ടാക്ക്. എന്റെ അമ്മയുടെ ലാത്തി ചാർജിന് റെഡി ആയിരിക്കാൻ. എപ്പോഴാണ് ഞാൻ റെഡിയാ. കേശു, നിനക്ക് ട്യൂഷന് പോണ്ടേ? പോയാ കൊള്ളാവുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടാ. നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല ഞാൻ. എനിക്ക് ഇംഗ്ലീഷിൽ സാമാന്യം നല്ല പരിജ്ഞാനമുണ്ട്. പിന്നെ അത്യാവശ്യം കണക്കിനും അല്ല കണക്കിനും ഏകദേശം അച്ഛനും അറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ട്യൂഷൻ എടുത്താണ്ട്. ക്യാഷ് എടുക്കട്ടെ, കണക്കിന് ഇംഗ്ലീഷിന് എടുക്കടാ. എന്താ ശരിക്കണ? അച്ഛൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയാണ്. നീ എന്തെങ്കിലും അമ്മി ബുക്ക് വെച്ച് ചിരിക്കണ? സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ ഞാന് നിനക്ക് ട്യൂഷൻ എടുക്കും. ഇന്ന് വൈകുന്നേരം ട്യൂഷൻ ക്ലാസ് എത്തിക്കണം. റെഡി ആയിക്കോ. എന്റെ ചിരി ഞാൻ നിർത്തി തരാം. ഈ ചുമ
ട്യൂഷൻ ക്ലാസ് റെഡി. അച്ഛന്റെ മുറിയിലല്ലേ ട്യൂഷൻ ക്ലാസ്? അതാണ് നിന്റെ ട്യൂഷൻ ക്ലാസ്. അമ്മേ കത്തൂഷണേ. അല്ല നീ എന്താ വായിക്കുന്നേ? കുന്തം. ഷേഡോ വാ അത് കാണിച്ചു പോയാ. അമ്മ എന്താ അമ്മ ഇത് അറിഞ്ഞായിരുന്നോ? പറയാണ്ട് എങ്ങനെയാ അറിയണേ? അച്ഛനെ കേശുവിന് മാത്സും ഇംഗ്ലീഷും എടുക്കാൻ പുതിയ സാറിനെ കണ്ടുപിടിച്ച്. അതാരാണ്? ഇവിടെ തൊട്ടടുത്തല്ലേ? തൊട്ടടുത്ത തൊട്ടടുത്തുള്ള സാറാ? ആ ഞാനറിയാത്ത ആരാണത്? എന്റെ അമ്മേ പ്രൊഫസർ ബാലചന്ദ്രൻ തമ്പി. അച്ഛനാ? എന്റെ അമ്മ സത്യമായിട്ടും കേശുവിന്റെ ട്യൂഷൻ ടീച്ചർ ആവാന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ പോവില്ലേനെ? എന്റെ അമ്മ കാര്യമായിട്ടും കേശുവിന്റെ കേസ് അച്ഛൻ ഏറ്റെടുത്തേക്ക. ആണോടാ? അതെ, അങ്ങനെ കേശുവിന്റെ കേസ് അച്ഛൻ ഏറ്റെടുത്തു. അച്ഛൻ എല്ലാ വേഷവും ആടി തിമിർത്ത് നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ ട്യൂഷൻ മാസ്റ്റർ വേഷമാണ്. എന്താക്കും എന്തോ. ആരും അച്ഛനെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട. ഓ, അച്ഛനെ പറഞ്ഞപ്പോ മോന്റെ ഒരു വിഷമം. ഡാ, നിന്റെ അച്ഛൻ മനസ്സ് വെച്ച എല്ലാ കാര്യവും നടക്കും. പക്ഷേ മനസ്സ് വെക്കണം. ഡേ, തിന്നാനല്ല ഇത്, കറി വെക്കാനാ. ചെല്ല് പോയിരുന്നു പഠിക്ക്. കേശുവേ, കേശു, എന്താ വാടാ, ഇവിടെ വാ. എടാ, ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ ട്യൂഷൻ എടുക്കാൻ നിൽക്കണടാ. എവിടെ പോയിരുന്നടാ? ചോദിച്ചിട്ടില്ലടാ. അച്ഛൻ ഞങ്ങൾ എപ്പോഴാ റെഡി? ആ, ക്ലാസ് കയറി. അച്ഛൻ ഞാനും ക്ലാസ്സിൽ ഇരുന്നോട്ടെ? ഇരുന്നോ. പരസ്പരം സംസാരിച്ച മോളാണെന്ന് നോക്കൂല. അടിച്ച് നാക്കിനെ പോയി തളായി അടിച്ചിട്ട് തൊലിയ ചുറ്റി അതിൽ കാന്താരി മുളക് തേച്ച് ബുക്കറാ. ടെക്സ്റ്റ് ബുക്ക് എവിടെ നിന്ന്? ടെക്സ്റ്റ് ബുക്ക് അച്ഛാ, ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുക്കണോ? വേണ്ട, അതിവിടെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി കേട്ടാ. ആ ആഹാ, അച്ഛൻ കമ്പെടുത്താ. ഇനി ഇതുങ്ങൾ രണ്ടും നന്നായിക്കോളൂ. ആ, പക്ഷെ അച്ഛന് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അവത്തം പറ്റിപ്പോടാ. നേരത്തെ എടുത്തേക്ക് നീ എന്നേ നന്നായനെ. അച്ഛാ അച്ഛാ വാ. പഠിപ്പിക്കുന്ന സമയത്ത് ആരെങ്കിലും ശ്രദ്ധിക്കാതിരുന്നാൽ അമ്മയാണ് ആഴ്ച പിരുത്തളായി. മക്കളാണെന്ന് ഞാൻ നോക്കൂല. പിന്നെ ചോദ്യങ്ങൾ പല വഴി കൂടെ ചോദിക്കും. ഏത് വഴി ചോദിക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഉദാഹരണത്തിന് രാമനും ലക്ഷ്മണനും കൂടെ കാട്ടിപ്പോയി എങ്കിൽ സീതയുടെ വയസ്സ് എത്ര? എല്ലാം പിടി കിട്ടിയാ? ഇല്ലല്ലേ. ഇങ്ങനെയാണ് ഞാൻ ചോദിക്കാൻ പോണേ. അച്ഛനറിയോ എത്ര വയസ്സായിരുന്നു? ആദ്യം നമുക്ക് മണ്ണിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, നമ്മളെപ്പോഴും മണ്ണിൽ നിന്ന് തുടങ്ങണം. മണ്ണിൽ ചവിട്ടി നിൽക്കണം. അച്ഛാ, ഇവിടെ തൈര് കൊണ്ട് മണ്ണില്ല. വെളിയിൽ നിന്ന് ഒരു കൂട്ടം മണ്ണുണ്ട്. ഇവിടെ കൊണ്ട് ഇട്ടോറാ കാലടിയിൽ. ഒറ്റ സെക്കൻഡ്. ആശൂലങ്ങൾ തന്നെ ശ്രദ്ധിക്കേ. ഇതാടെ കമ്പടിച്ചത് അച്ഛൻ തന്നെ. വൈ ഡു വി നീഡ് സോയിൽ? എന്തിനാണ് നമ്മൾ മണ്ണിനെ സംരക്ഷിക്കുന്നത്? ശ്രദ്ധിക്കണം കേട്ടോ. Can we grow crops without soil? ധാന്യം മണ്ണില്ലാതെ മുളപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മണ്ണില്ലാതെ ധാന്യം മുളപ്പിക്കാൻ പറ്റില്ല. വൈ ഷുഡ് വി പ്രൊട്ടക്ട് സോയിൽ? എന്തിനാണ് നമ്മൾ മണ്ണിനെ സംരക്ഷിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് കേട്ടോ. ശ്രദ്ധിക്കൂ. Soil is one of your most important natural resources. We need soil to grow crops and build houses. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അമൂല്യമായ വസ്തുവാണ് ആണല്ല മണ്ണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും എന്നെ പോലെ രണ്ടും ഒരുപോലെ ഇതാണ്. ഏറ്റവും അമൂല്യമായ സമ്പത്താണ് മണ്ണ്. അപ്പോ മണ്ണ് മണ്ണിലും വെണ്ണിലും പോലെ. അച്ഛനിക്ക് ഈസിയുള്ള പാഠം ഒക്കെ പഠിപ്പിച്ചു തരാതെ ടഫായിട്ടുള്ള പാഠം പഠിപ്പിച്ചാ. പാഠം ഏതാണ്? എടുക്ക്. എല്ലാം കൂടെ ഒരുമിച്ച് അച്ചടിച്ച് വെച്ചേക്കാണ്. ചുമ്മാ അല്ലത്. മലയാളം ഹിന്ദി പണ്ട് പല പല പുസ്തകങ്ങളായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ ഒന്നിൽ അച്ചടിച്ചു. ഇതാണ് മാത്സ്. എക്സ്പെൻഡഡ് ഫ്രം കണ്ണും കണ്ടുകൂടല്ലോ. കാണാത്തത്. അതെ,
ടച്ച് വിട്ടിരിക്കല്ലേടി അതാണ് ദി ഷോർട്ട് ഫോം ഓഫ് 3000 പ്ലസ് ഇത് മൾട്ടിപ്ലിക്കേഷൻ നമ്പേഴ്സ് ഓഫ് പോയിട്ടാ പോ പിന്നെ പറഞ്ഞുതരാം പ്രിപ്പയർ ചെയ്യണ്ട പറഞ്ഞിട്ട് അച്ഛൻ എവിടെയെങ്കിലും പോയി പഠിച്ചിട്ട് വന്ന് പഠിപ്പിക്കും ചെല്ല്. നമ്മൾ തെറ്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഗുരുനാഥന്മാർ തെറ്റ് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ആ തലമുറ നശിപ്പിക്കുകയാണ് ചെയ്യണം. അത് വളരെ നല്ല രീതിയിൽ പോയില്ലടാ പോടാ മര്യാദയ്ക്ക് കൂട്ടാനും കുളിക്കാനും പഠിച്ചോണ്ടിരുന്നത് നമ്മള്. നീ നിനക്ക് ഇവിടെ എന്ത് പരീക്ഷിക്കാൻ നിൽക്കണം അച്ഛനെ പരീക്ഷിക്കാൻ നിൽക്കണം. ഹോംവർക്ക് കഴിഞ്ഞില്ലേ? ഹോംവർക്ക് കഴിഞ്ഞില്ലേ? ഹോംവർക്ക് കഴിയാറാവും ആയി. നാളെ കേശുവിന് മാത്സിന്റെ ട്യൂഷൻ എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്നാ പറ്റാതെ എഴുന്നേറ്റ് എന്തിന് ഒന്ന് എഴുന്നേക്കുന്ന ഷീറ്റ് പിടിക്കട്ടെ. അയ്യോ വല്ലാത്ത ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5, 6, 7, 8 and 9 are used to form numbers. These digits are called Hindu Arabic numerals. ഈ അക്കങ്ങളിൽ ഹിന്ദു അറബിക്ക് പഞ്ചാബിയൊക്കെ ഉണ്ടാടി? നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ലൈറ്റ് അണക്കോ? അണക്കാം. പീരീഡ് കോഡ്സ് ലാക്സ് തൗസൻഡ്സ് ഫോൺസ് അത് കുഴപ്പമില്ല. പ്ലേസ് എന്തിനാ കോളത്തിനകത്ത് TCC TL എന്തിനാ പല കളർ അടിച്ചു വെച്ചിരിക്കുന്നു? കളറെല്ലാം ഉണ്ടായിരിക്കും. ഒന്നും അറിയണ്ടല്ലേ, കിടന്ന് ഉണങ്ങിയാൽ മതിയല്ലേ. ലൈറ്റ് അടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ കണ്ണടച്ച് കിടന്നോ, ഞാൻ കുറച്ചു നേരം കൂടെ കഴിക്കും. പറ്റാത്ത പണിയൊക്കെ കേൾക്കും മനുഷ്യൻ. ഇൻസൈഡ് കോമേഴ്സ് ബേസ്ഡ് ഓൺ ദി ഇന്ത്യൻ വാല്യൂസ് ചാർട്ട് ആൻഡ് റീഡ് തന്നെ. അത് കുഴപ്പമില്ല, വായിക്കാൻ പറ്റും. പക്ഷെ കാര്യമൊന്നും മനസ്സിലാവില്ല. വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അതാണ് കുഴപ്പം. ഉറക്കവും വരണില്ല. ആളെ അവൻ്റെയൊക്കെ മുഖത്ത് നോക്കണം എങ്ങനെ? കണ്ണുകൊണ്ട് നോക്കിയാൽ മതി. ഉറങ്ങിയില്ലേ? ന്യൂമറൽസ് നമ്പേഴ്സ് ആൻഡ് അതാണ് എനിക്ക് പിടി കിട്ടാത്ത. ഈ ന്യൂമറൽസ് അല്ലേ? ലൈറ്റ് അടിച്ചിട്ട് കൂർക്ക വലിക്ക, പിന്നെ ഭ്രാന്ത് തെറ്റല്ലേ. ബുക്ക് എവിടെ പോയി? എവിടെ വെച്ചിരുത്താ? ബുക്ക് എവിടെ? ബുക്ക് എവിടെ? ബുക്ക് നടന്നു പോയി അങ്ങോട്ട്. അതിന് ദേഷ്യം കയറിയിട്ടുണ്ടാവും അതിനെ പരിഹസിക്കുന്ന കണ്ടപ്പോ. ആ 4, 3, 8 എഴുതി വെച്ചേക്കുന്നു. നോക്ക്, നീ നോക്ക്. 4, 4, 3, 3, 4, 7 വരാനുള്ളതിന് 8 എഴുതി വെച്ചേക്കുന്നു. അതൊന്നും ആയിരിക്കില്ല, അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇത് അച്ചടി തെറ്റ്. ഇത് കംപ്ലൈന്റ് ക്യാഷ് കൊടുക്കണം മാർക്കെതിരെ. നമ്മൾ വിചാരിക്കും പോലെ ബുക്ക് കാലിലെടുത്ത് നിർത്തേ. ഇത് ക്യാഷ് കൊടുക്കണം. എല്ലാവരും എന്തോന്നു? അല്ലാണ്ട് നിനക്ക് അറിയാൻ മേലാത്തോണ്ടല്ല. ഒറ്റയ്ക്ക് ചായ കുടിക്കണ? അച്ഛനെടുത്തൂടെ ചായ? അച്ഛനെടുത്ത് കുടിക്കാറില്ല പതിവ്, പിന്നെ അമ്മ എടുത്ത് കൊടുക്കാറുണ്ടല്ലോ. നിനക്കിപ്പോ കൊടുത്താലെന്താ? അയ്യോ അവളെ കൈ ഉരുകി പോവും, അല്ലെങ്കിൽ നാണക്കേടായിരിക്കും. ഒരുപാട് വലുതായില്ലേ? എന്തോന്ന് വെച്ചാ ഇത്? നീ മിണ്ടല്ലേ. അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം. നീ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ വേറെ വിഷമം തോന്നരുത്. നിനക്ക് പിള്ളേരെ വളർത്താൻ അറിഞ്ഞൂടാ. ഒരു ചായ കിട്ടാൻ ഇത്രയും ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടാവടി, ഞാൻ ഒരു അച്ഛനാണ്. ഒരു അച്ഛന് നൽകേണ്ട പരിഗണന കിട്ടിയില്ലെങ്കിൽ ഏതച്ഛനും ചൂടാവും. എന്തിന് എന്നെ പറഞ്ഞാൽ മതിയല്ലേ? മാറാൻ കിട്ട്. കണ്ണേ കരളെ പൊന്നേന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ മക്കളെ നോക്കിയിട്ട് നമുക്ക് കിട്ടണത്. അച്ഛൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇതിനകത്ത് അമ്മ ഏതാ? കരളാണോ, മുത്താണോ, പൊന്നാണോ? കരള് മണ്ണാങ്കട്ട. മര്യാദയ്ക്ക് എല്ലാത്തിനും തൂക്കി പറക്കിട്ട് ഞാൻ അടിക്കും. അപ്പൊ അച്ഛന്റെ പ്രശ്നം എന്തുവാ? നീ ആരാ ചോദിക്കാൻ? ആരടാ നീ? ഇപ്പൊ ഞാനാരാന്ന്? അച്ഛാ, എനിക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ അച്ഛൻ എടുത്ത് നോക്കിയോ? എടുത്താന്ന് ആരെടുക്കാൻ? എടുത്ത് നോക്കിയോന്നാ ഞാൻ ചോദിച്ചത്. ഞാനെത്ര ദേഷ്യപ്പെടണേ? ഞാനിപ്പോ ദേഷ്യപ്പെട്ടു. നിലു എന്റെ സോമാരം പിള്ളേരെ അടക്കി വയ്ക്കി നിർത്ത്. അച്ഛന്റെ പ്രശ്നം എന്താ ഇപ്പൊ? ഇന്ന് തൊട്ട് രാവിലെ ഞാൻ ചായ കൊണ്ടുവന്ന് തരാം. പ്രശ്നം തീർന്നല്ലോ. നീ ചായ കൊണ്ട് വന്നോക്കടി.
അടി വാങ്ങിക്ക നീ. ചായ ഞാൻ എടുത്ത് കുടിച്ചോളാം. എനിക്ക് കൈയും കാലിനും ഇപ്പൊ ഒരു കുഴപ്പമില്ല. അച്ഛാ ട്യൂഷൻ എപ്പോഴാ? ട്യൂഷൻ എപ്പോഴാ? അത് ഞാൻ സമയമാകുമ്പം എടുത്തോളാം. ഫുൾ ടൈം ഫ്രീ അല്ല, നിങ്ങൾക്ക് എന്തിനാ സമയം പ്രത്യേകിച്ച്? അച്ഛാ ഇന്ന് മാത്സ് ഇംഗ്ലീഷും പഠിപ്പിക്കണേ. ഞാൻ ആലോചിച്ചോളാം എന്ത് പഠിപ്പിക്കണം കേട്ടാ. ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരല്ലേ. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ച എല്ലാം കൂടെ എന്നെ ഭ്രാന്ത് കളിപ്പിക്കും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി എന്നെ ആരെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടിച്ചാ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിള്ളേരെ നിങ്ങളെ കാര്യം നോക്ക്. കുറച്ചു പേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾ അച്ഛന് ഇച്ചിരി ചാട കൂടുതലാ. അയ്യോ ഞാൻ പോണ്. ആണ് നല്ലത്. നീ പോണല്ലടാ. അച്ഛാ ഞാൻ അച്ഛനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നമുക്കാണെങ്കിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും കുട്ടികളെയൊക്കെ വിളിച്ച് നമുക്കൊരു ട്യൂഷൻ എടുക്കാം. അതാവുമ്പോ എനിക്കും ട്യൂഷൻ പഠിക്കാൻ പറ്റും, അച്ഛന് വരുമാനവും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ സമനില വിട്ട് നിൽക്കുകയാണ് കേട്ടല്ലേ. പോടാ. ട്യൂഷൻ പഠിപ്പിക്കണം. അത് കണ്ടവൻ്റെ പിള്ളേർ എന്നിട്ട് അവന്മാർ എൻ്റെ എഞ്ചിക്ക് അറിയുന്നു. ആര് പറഞ്ഞടാ പുസ്തകം എടുത്തിട്ട് കൈ കൊണ്ട് വയ്ക്കാൻ? അച്ഛാ എന്നെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ പ്രിപ്പയർ ആയോ? നീ കഴിച്ചു. നീ പോ, കളിക്കാതെ പോ. അച്ഛാ എന്നെ പഠിപ്പിക്കാനായിട്ട് പ്രിപ്പയർ ആയോ? നീ പോടേ. ആയി ഇവിടെ. അച്ഛാ ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വന്നോട്ടെ. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ഇവിടെ മിണ്ടിയാ. ട്യൂഷൻ തുടങ്ങുന്ന സമയമാ? ട്യൂഷനൊക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ട്യൂഷൻ എടുക്കണം. ക്ലാസ് മുടക്കാൻ പറ്റില്ല. മുടങ്ങിയ ക്ലാസ് അവസരം എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരുമിച്ച് അങ്ങ് എടുത്തോളാം. നീ പോ. ഒന്നും പറ്റത്തില്ല, എന്റെ എഡ്യൂക്കേഷന്റെ കാര്യമാണ്. അച്ഛാ അച്ഛൻ അവന്റെ ഫ്യൂച്ചർ ആണെങ്കിൽ കയ്യിലിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് പന്ത് പോലെ. അത് ഓർക്കണം കേട്ടോ. നീ അത് പറഞ്ഞ് എല്ലാം കൂടെ എന്റെ തലേ കയറി. ഇതാണ് ഞാൻ ഒരു കാര്യം ചെയ്യാത്തത്. അച്ഛൻ ആദ്യം ഏറ്റെടുത്ത കാര്യം ഭംഗിയായി ചെയ്യാൻ നോക്ക്. നീ നിന്റെ കാര്യം നോക്കടാ. നീ ഓരോ കാര്യങ്ങൾ നീ ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കടാ. പോയി മുടി കെട്ടടാ. മുടി കെട്ട്. ദയവേത് എനിക്കിവിടെ ജോലിയുണ്ട്. എന്റെ കഞ്ഞിൽ പാറ്റി ഇടരുത് പ്ലീസ്. മാറ്. അവനെ ട്യൂഷന് വിടാതെ പിടിച്ചിരുന്നിട്ട് ഇപ്പൊ കഞ്ഞീന്റെയും പാറ്റിന്റെയും കാര്യം പറയണം അല്ലേ? ഡാ ബുക്ക് എടുത്തിട്ട് വന്നേ. ബുക്ക് എടുത്തിട്ടാടാ അച്ഛന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്ക്. ആവശ്യമില്ലാത്ത കാര്യം എന്റെ തന്നുപോലെ ഒരു കാര്യം കൊടുക്കടാ. നീ കൊടുക്ക്. ഇല്ല ബുക്ക് പിടിക്ക്. ഇല്ല ഇവിടെ ബാലു ബുക്ക് പിടിക്ക്. ഒടിഞ്ഞ കൈയാണ് പിടിച്ച് വലിക്കരുത്. കൊടുക്ക്. ഞാൻ പിടിച്ചില്ലല്ലോ. കൊടുക്ക്. ഇല്ല ഇടിക്കാം. പിടിക്ക്. മക്കളെ ഞാൻ മണ്ണിനെ പറ്റി പഠിപ്പിക്കടാ. അച്ഛൻ പഠിച്ച കണക്കൊന്നും നല്ലടാ. ഇപ്പം ഇവിടെ അച്ഛനൊന്നും മനസ്സിലാവുന്നടാ. എങ്ങനെടാ നീ പഠിച്ചെടുക്കണത്? സത്യം പറഞ്ഞ മക്കളെ, ഇതേ നീ ഇത്രയും പഠിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുണ്ടടാ. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ മക്കളെ ട്യൂഷന് പോ. അച്ഛൻ കൂലിപ്പണി എടുത്തെങ്കിലും ഫീസ് തരാം. ഇത് ആരുടെ ഇത് കണ്ടുപിടിച്ചത്? ഈ എന്തോ എൻ്റെ അമ്മാ.